ഇതിലിപ്പോ കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന പച്ച ലൈറ്റ്, ഈ പച്ച എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ആക്സിൽ പൊങ്ങി നിൽക്കുന്നതിന്റെ സിഗ്നലാണ്. ഈ കാണുന്ന എച്ച് എന്ന് പറയുന്നത് 5, 6, 7, 8 എന്ന് പറയുന്ന ഗിയർ ഇടുന്ന സെക്ഷനിലുള്ള രണ്ടാമത്തെ സെക്ഷനിൽ കിടക്കുന്നതിനാണ് ഈ എച്ച്. ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ നോക്കിയത് മനസ്സിലാവും. കണ്ടോ, ഫസ്റ്റ് സെക്ഷനിലോട്ട് പോയപ്പോ ആ എച്ച് മാറി. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇടുന്ന ഇപ്പൊ ഇട്ടപ്പോ കണ്ടോ ഉടനെ പച്ച കത്തി. ഇപ്പൊ 5, 6, 7, 8 എന്നുള്ള സെക്ഷൻ വന്നു. ഇപ്പൊ അത് 1, 2, 3, 4 സെക്ഷൻ വന്നു. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഡിസ്പ്ലേ കാണാം, ന്യൂട്രൽ കാണിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ഗിയർ ഇടുമ്പോഴും ഏത് ഗിയർ ഇട്ടേക്കുന്നത് കാണിക്കുന്നുണ്ട്. പാർക്ക് വിത്ത് കാണിക്കുന്നുണ്ട്, ഹാൻഡ് ബ്രേക്കിന്റെ. അങ്ങനെ തുടങ്ങി ഇതാണ് ആൾ ബ്ലൂവിന്റെ മീറ്റർ. ഇത് കാണിക്കും, ഇത് എയർ. നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കണമെങ്കിൽ 8ന് മുകളിൽ എയർ കയറിയാൽ മാത്രമേ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകത്തുള്ളൂ. അത് റിലീസ് ആയാൽ മാത്രമേ വണ്ടി മൂവ് ആകത്തുള്ളൂ. ഇപ്പൊ 6ന്റെ മേളിൽ നിന്നാലും വണ്ടി മൂവ് ആകത്തില്ല, വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഈ ഡീസലിന്റെ ഒക്കെ കാര്യങ്ങൾ ഇതിൽ അറിയാൻ പറ്റും. ഡീസലിന്റെ അല്ലാണ്ടുള്ള ഗേജ് ഈ മീറ്ററിലല്ലേ വരുന്നത്. അത് കണ്ട് ഇവിടെ വരുന്നത്. അത് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാം അത് കാണിക്കുന്നുണ്ട്. അത് ഈ കാണിക്കുന്ന ഇവിടെ കാണിക്കും. ഇതിപ്പം ഡീസൽ ലോ ആയി കിടക്കുന്നതിനാൽ എത്ര കിലോമീറ്റർ അടുത്ത് ഓടുന്ന് കാണിക്കുന്നില്ല. ഇത് മാറും. ഈ 12:46 എഴുതിയേക്കുന്ന മണിക്കൂർ എഴുതിയേക്കുന്ന ഇത് മാറിയിട്ട് ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നുള്ളത് കാണിക്കും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വണ്ടിനെ കുറിച്ച് മാത്രമല്ല, ടാങ്കിനെ കുറിച്ച്. നമ്മുടെ ആഡ് ബ്ലൂ എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിവരണം. പിന്നെ ഈ മൾട്ടി ആക്സിൽ വണ്ടീനെ കുറിച്ചും ഈ ലിഫ്റ്റ് ആക്സിനെ കുറിച്ചും, പിന്നെ ഈ വണ്ടിയുടെ പൊതുവെ നമുക്ക് വണ്ടി ഓട്ടിച്ച് പരിചയമുള്ളവർക്കല്ല, പുതുതായിട്ട് വണ്ടി ഓട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഈ 16 വീലൊക്കെ ഓട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഇൻഫർമേഷൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതെ, അത് ഇപ്പം നമ്മൾ ഹെവി ലൈസൻസ് ഉണ്ടെങ്കിലും നമ്മളൊരു 6 വീല് 10 വീലൊക്കെ ഓടിച്ചാൽ സാധാരണ ഇപ്പൊ ഗിയർ സിസ്റ്റത്തിലാണെങ്കിലും അതിന്റെ ആക്സിഡന്റ് ഇതിലാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം ഒരു വലിയ വണ്ടി കൈകാര്യം ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ ഈ വണ്ടിയിൽ ഇത് മൾട്ടി ആക്സിൽ വിഭാഗത്തിൽ വരുന്നതിലായതുകൊണ്ട് ഇതിൽ ഇത്രയും ആക്സിഡന്റ് ഇടയ്ക്ക് ഒരു ആക്സിൽ ലിഫ്റ്റ് ആക്സിലാണ്. അതായത് ലോഡില്ലാത്ത സമയത്ത് ഉയർന്നു നിൽക്കും ആ ആക്സിൽ. കാരണം അതിന്റെ തേയ്മാനം ഒഴിവാക്കാൻ വേണ്ടി. അതിൽ തന്നെ 4 വീല് വരുന്നുണ്ട്. ആ 4 വീല് അതിന്റെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടി, ലോഡുള്ള സമയത്ത് മാത്രമേ ആ വീല് ഭൂമി സ്പർശിച്ച് നിൽക്കത്തുള്ളൂ. അപ്പൊ അതാണ് ഇതിലുള്ളതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ലോഡ് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴും. അപ്പൊ ആ ആക്സിൽ പ്രത്യേകത, അതിങ്ങനെ ഈ ഫ്രണ്ട് വീല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാൻ സാധ്യതയുള്ള ആക്സിലാണ്. അപ്പൊ അത് കാരണം ഇപ്പൊ റിവേഴ്സ് എടുക്കുക, നല്ല വളവുകൾ തിരിയുക, യൂ ടേൺ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്തോളും, ഇല്ലെങ്കിൽ അതിന്റെ അലൈൻമെന്റിന് വ്യത്യാസം വരും. അപ്പൊ ഇതിന് അത് പ്രശ്നമില്ല, ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്യും. അതിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ലിഫ്റ്റ് ആകത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു ഫെസിലിറ്റി.